പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുവാൻ, വചനം കേൾക്കുവാൻ നമുക്കൊരുങ്ങാം. കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്ക്, എൻ്റെ പാദങ്ങൾക്ക് പ്രകാശവുമാണല്ലോ. ജീവദായകമായ അങ്ങയുടെ വചനത്തിലൂടെ എൻ്റെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ വ്യക്തിജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, നീ ഞങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് എന്ന്. ഈ വചനം ശ്രവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ആമേൻ. യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സങ്കീർത്തന പുസ്തകം 128 അധ്യായം 1-2 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. ഈ തിരുവചന ഭാഗം ശ്രദ്ധിക്കുവാൻ ഇടയായ ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ഞങ്ങളൊരു ഭവനത്തിൽ കയറി ചെന്നപ്പോൾ അവിടെ നാളുകളായി രോഗബാധിതനായുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചനെ കണ്ടു, സംസാരിച്ചു. അവിടെ ഒരു കൊച്ചുമകനുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായം. അവൻ വളരെ ഭക്തനായ ഒരു കുട്ടിയാണ്. അവൻ ഓടി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ വീട്ടിൽ യേശുവുണ്ട്, ഈ വീട്ടിൽ ഈശോ വസിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നേരായിട്ട് നിൻ്റെ വീട്ടിൽ ഈശോ വസിക്കുന്നു അല്ലേ? അപ്പോഴത്തേനും അമ്മ പറഞ്ഞു, സിസ്റ്ററെ, അവൻ്റെ മുറിയിലേക്ക് സിസ്റ്റർ ഒന്ന് കയറി നോക്ക്, അപ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന തിരുവചനം, ചുറ്റോട് ചുറ്റും പൂക്കൾ വെച്ചേക്കുന്നു. ഈശോയുടെ ഒരു ഫോട്ടോയുണ്ട്, മാതാവിൻ്റെ ചെറിയൊരു സ്റ്റാച്യു ഉണ്ട്. വചനം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുകയാണ്. ഒരു ഭിത്തിയിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ട് വലിയ അക്ഷരത്തിൽ ഈ തിരുവചന ഭാഗം, സങ്കീർത്തനം 128 1-2 തിരുവചനം. അവൻ പറഞ്ഞു, സിസ്റ്റർ, ആ വചനം വായിച്ചു. ആ വചനമാണ് ഈ വീട്. കൊച്ചനെ പരിചയപ്പെടുത്തുകയാണ്. ആ വചനമാണ് ഈ വീട്, ഈ വചനമാണ് ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇത്രയും വലിയൊരു അനുഗ്രഹം ഈ കുഞ്ഞിന് ഈ പ്രായത്തിൽ എവിടുന്ന് കിട്ടി? ഉടനെ അമ്മ പറഞ്ഞു, സിസ്റ്റർ, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുണ്ടായ മകനാണവൻ. അവിടെ ഭിത്തിയിൽ എഴുതി വെച്ചേക്കുന്ന തിരുവചനമാണ് ഇത്: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. പ്രിയ സഹോദരങ്ങളെ, വാസ്തവത്തിൽ നന്മയുടെ വഴികളിലൂടെ നടക്കുന്നവരുടെ കൂട്ടായ്മയാണ് കുടുംബം. സന്തുഷ്ടമായി ജീവിക്കുകയും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് കുടുംബം. നമുക്കറിയാം, യാഹവേ വിഭാവനം ചെയ്തതാണ് കുടുംബവും ജീവനും തലമുറകളും എല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഈശോ മനുഷ്യനായി വന്ന് പിറന്നതും ഒരു വീട്ടിലേക്ക്, ഒരു ഭവനത്തിലേക്ക് തന്നെയാണ്. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവൻ ഭാഗ്യവാൻ. തിരുവെഴുത്ത്, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ അനുഗ്രഹീതനാണ്, അവന് നന്മ വരും. അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം ഇന്ന് ജീവിക്കുന്ന അനേക വ്യക്തികളുണ്ട്, അനേകം കുടുംബങ്ങളുണ്ട്. എത്രയോ കുടുംബങ്ങളിലാണ് കർത്താവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ കഴിയുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ച ഒരു കാര്യം: ഇന്ന് ലോകം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ അത് കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്. കാരണം നമ്മളൊരു 5 പേര് ഇവിടെ ഒരുമിച്ച് കൂടിയാൽ 5 പേരും 5 കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവരായിരിക്കാം. എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അതെൻ്റെ വീട്ടിൽ നിന്ന് ബാല്യം മുതലേ എനിക്ക് കിട്ടിയതായിരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഈ ലോകം അനുഭവിക്കുന്ന എല്ലാ സന്തോഷവും സമാധാനവും ഒക്കെ കുടുംബങ്ങളിൽ നിന്ന് വരുന്നു. നമ്മുടെ കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, ആ ഭവനത്തെ ഭവനമാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അത് സ്നേഹമാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്കതിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. സ്നേഹമാണ് ജീവൻ കൊടുക്കുന്നത്. ജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതും സ്നേഹമാണ്.
ഞങ്ങൾ കയറി ചെന്ന ഈ ഭവനം വർഷങ്ങളായി കട്ടിലിൽ കിടക്കുന്ന ഒരു അപ്പച്ചനും, ആ അപ്പച്ചനെ നോക്കുന്നത് അപ്പച്ചൻ്റെ മൂത്ത മകനാണ്. മൂത്ത മകൻ്റെ കുട്ടിയാണ് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോനും. അപ്പച്ചനെ വളരെ കാര്യമായിട്ട് നോക്കുകയാണ്. ഈ അമ്മ നോക്കുന്നേക്കാളും ഉപരി ഈ പയ്യനാണ് അമ്മയ്ക്ക് വേണ്ടുന്ന, അപ്പച്ചന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവൻ പറയാണ്, അവൻ കേട്ട ഒരു തിരുവചനത്തിൻ്റെ അഭിഷേകമാണിത്. മാതാപിതാക്കളെ അനുസരിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം. എത്ര അധികമായി വീട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്ത് വല്യപ്പച്ചനെയും വല്യമ്മച്ചിയെയും അപ്പച്ചനെയും അമ്മച്ചിയെയും ഒക്കെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൊച്ചുമകൻ. സ്നേഹമുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാമുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമുള്ള കൂട്ടായ്മയിൽ സന്തോഷവും സമാധാനവും കടന്നു വരുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു കുടുംബം നമുക്കറിയാം, അത് നസ്രത്തിലെ കുടുംബം തന്നെയാണ് എന്നും എക്കാലവും കുടുംബങ്ങൾക്ക് മാതൃക. അതോടൊപ്പം തന്നെ എലീശാമ്മയുടെ ഭവനം, അങ്ങനെ അവിടെ ഒരു കുടുംബം നമ്മൾ കാണുന്നുണ്ട്. എലീശാമ്മയുടെ ഉദരത്തിൽ യോഹന്നാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ യേശുവിനെയും ഉദരത്തിൽ സംഭവിച്ചുകൊണ്ട് എലീശാമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ ഭവനത്തിലേക്ക് യേശു ചെന്നപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു, എത്ര സമാധാനമായിരുന്നു. എലീശ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ആ വീടിനെ മുഴുവനും ആനന്ദത്തിലേക്ക് നയിച്ചു, ആശ്വാസത്തിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് അനുഗ്രഹമുള്ളതായിരിക്കണം, ഐശ്വര്യമുള്ളതായിരിക്കണം. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് താല്പര്യം തോന്നണം. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ മക്കൾക്ക് ആയിരിക്കാനും മക്കളുടെ കൂടെ മാതാപിതാക്കൾക്ക് ആയിരിക്കാനും ഒക്കെയുള്ള ഒരു സന്തോഷം തോന്നണം. അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ നല്ല സാന്നിധ്യമാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യേശു അനേകം കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരോടൊപ്പം ആയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗലീലയിലൂടെ ചുറ്റി സഞ്ചരിച്ച് അവൻ രോഗങ്ങൾ സുഖപ്പെടുത്തി, വചനം കൊടുത്തു, അത്ഭുതങ്ങൾ കാണിച്ചു. അങ്ങനെ കുടുംബത്തെ കേന്ദ്രീകൃതമായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ, ഒരു സ്നേഹത്തിൻ്റെ ഒരു പുതിയ ശൈലിയായിരുന്നു നമ്മളവിടെ കണ്ടത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടേ ഇരുന്നത്. തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് നമ്മൾ തിരുക്കുടുംബത്തിൽ കാണുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഭരണാധികാരി യേശുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ ഭരണാധികാരി എന്നാണ് വചനത്തിൽ പറയുക. ഈ ഭരണാധികാരിയുടെ കൊച്ചുമകൾ മരിച്ചു പോയിരിക്കുന്നു. യേശുവിനെ കുറിച്ച് ഈ ഭരണാധികാരി കേട്ടിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിശ്വസിച്ചു, ഇങ്ങനെ കരുതി, ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശു എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മകൾ ജീവിക്കും, ഉറപ്പാണ്. യേശുവിൻ്റെ സാന്നിധ്യം അത്രയേറെ ആ ഭരണാധികാരി ആഗ്രഹിച്ചതുകൊണ്ടാണ് വീട്ടിലേക്ക് ക്ഷണിച്ചത്. യേശു ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ തിരുവചനം നമ്മൾക്ക് കാണിച്ചു തരുന്നത്, അവിടെ കരഞ്ഞ് ബഹളം വെക്കുന്നവർ, കുഴലൂതുന്ന കുറച്ച് പേര്, വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇവരെയെല്ലാം ആ വീട്ടിൽ നിന്ന് ഈശോ പുറത്താക്കിയതിന് ശേഷമാണ് ആ ബാലികയെ കർത്താവ് ഉയർപ്പിച്ച് ഭരണാധികാരിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. ഈ തിരുവചന ഭാഗം ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ തിരുവചന ഭാഗം വായിക്കാനിട വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യം, ഈ മനുഷ്യൻ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത് കൊണ്ടാണ് യേശു വീട്ടിലേക്ക് കയറി ചെന്ന് ആ കുടുംബത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു അത്ഭുതം പ്രവർത്തിച്ചത്. യേശുവിനെ കുറിച്ച് കേട്ട് ആ ഭരണാധികാരി അങ്ങ് കടന്നു പോയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അത്ഭുതം ആ കുടുംബത്തിൽ നടക്കുമായിരുന്നില്ല. ഈശോയെ വിളിച്ചത് കൊണ്ടാണ് ഈശോ ചെന്നു, ഈശോ ചെല്ലുവാൻ നിർബന്ധിതനായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോയെ വിളിച്ച് നമ്മൾ കയറ്റണം. ഈശോയെ വാ, ഒന്ന് വരണം, എൻ്റെ വീട്ടിലേക്ക് വരണം, ഇന്ന ആവശ്യങ്ങളുണ്ട്. ഈ ഭരണാധികാരി എത്ര സ്നേഹത്തോടെയാണ്, സ്വാതന്ത്ര്യത്തോടെയാണ്, വിശ്വാസത്തോടെയാണ് ഈശോയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുചെന്നത്. കർത്താവ് ചെന്നു,
ആശ്വസിപ്പിച്ചു. കാരണം കണ്ണുനീര് ഒഴുക്കുന്ന മനുഷ്യരുടെ മുൻപിൽ കരുണയോടെ നിൽക്കുവാനുള്ള ഭാവമാണ് യേശുവിൻ്റെ ഭാവം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഈശോയെ വിളിക്കാം. മടിയൊന്നും കാണിക്കേണ്ടതില്ല ഈശോയെ വിളിക്കുന്ന കാര്യത്തിൽ. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ വീടിൻ്റെ പല പ്രശ്നങ്ങളിലേക്ക് ഈശോ വരേണ്ടതായിട്ടുണ്ട്. ഈശോയെ വിളിക്കണം. ഈശോ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി, നമ്മുടെ വീടിൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈശോ വന്നാൽ, ഈശോയെ വിളിക്കാത്തതും ഈശോയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകാത്തൊക്കെയാണ് നമ്മുടെയൊക്കെ ദുഃഖദുരിതങ്ങൾക്ക് കാരണമായി നിൽക്കുന്നത്. തിരുവചനത്തിലേക്ക് വീണ്ടും കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈശോയും ശിഷ്യന്മാരും തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഭയങ്കരമായ കാറ്റും കോളും ഉണ്ടായി. വഞ്ചി ഇങ്ങനെ ആടി ഒലഞ്ഞു. അവർ വിചാരിച്ചു ഞങ്ങൾ തീർന്നു, നശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈശോ ശാന്തമായി കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ ആ ഒരു അവരുടെ സുബോധത്തിൽ ഞങ്ങൾക്കിനി ഒന്നുമില്ല, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് അവർ ഈശോ ഒരൊറ്റ വിളി, കർത്താവെ രക്ഷിക്കണം, കർത്താവെ രക്ഷിക്കണം, കണ്ണ് തുറക്ക്, വേഗം എഴുന്നേക്ക്, ഞങ്ങളിതാ തീർന്നു, ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്, ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ടൊരു കർത്താവ് ഉണർന്നു. അവരുടെ വിളി ശക്തമായപ്പോൾ കർത്താവ് ഉണർന്നു. ഉണർന്ന കർത്താവ് അവരെന്താഗ്രഹിച്ചോ അത് അവർക്ക് കൊടുത്തു. അവർക്ക് ജീവൻ വേണമായിരുന്നു, കടല് ശാന്തമാകണമായിരുന്നു. കർത്താവ് എഴുന്നേറ്റു, കടലിനോട് പറഞ്ഞു, അടങ്ങ്, ശാന്തമാക്. കടല് ശാന്തമായി, അടങ്ങി. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. എല്ലാം തീർന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ലാസ്റ്റ് വികാരമാണ് ഈ കരച്ചിൽ. ആ കരച്ചിലിൽ കർത്താവിനെയും കൂടെ വിളിച്ചിട്ടാണ് നമ്മൾ കരയുന്നതെങ്കിൽ, കർത്താവെ നീയും കൂടെ വരണം എൻ്റെ ഈ അതീവ സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ, ഈ സങ്കടക്കടലിൽ നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം കർത്താവെ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ സഹായിക്കും. കാരണം ആശ്വസിപ്പിക്കാതെ കർത്താവിന് പറ്റിയില്ല, കരുണ കാണിക്കാതിരിക്കാതെ കർത്താവിന് പറ്റിയില്ല. കർത്താവിനെ വേണ്ട എന്ന് പറയുന്ന ചില മനുഷ്യരുമുണ്ട്. അല്ലെ, ചിലരെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, പിശാച് ബാധിതർ. അവർ ഈശോയുടെ സാന്നിധ്യം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അവർ പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞങ്ങളുടെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നത്? ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട എന്ന് ഈ പിശാച് ബാധിതർ കർത്താവിനോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. പ്രിയപ്പെട്ടവരെ, പല മനുഷ്യരും അവരുടെ പല ജീവിതത്തിൻ്റെ ഇടപാടുകളിലേക്കും കർത്താവിനെ ഇതുപോലെ വിളിക്കുകയല്ലാത്തവരുണ്ട്. അല്ലെങ്കിൽ പല ഇടപാടുകളിലേക്കും കർത്താവിനെ വിളിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവിനെ വിളിക്കുകയാണെങ്കിൽ കർത്താവ് നിശ്ചയമായിട്ടും വരും, നമ്മളെ സഹായിക്കും. ഏതെങ്കിലും ഒരു വഴി ഈ ജീവിതത്തിൽ നമുക്ക് അടഞ്ഞുവെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ ആ വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. അതുകൊണ്ട് ചില മനുഷ്യർ പറയുമല്ലോ, സിസ്റ്റർ ഞങ്ങൾക്ക് നേരത്തെ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവില്ലാതെ ഞങ്ങൾക്കൊന്നും ആകുകയില്ലായിരുന്നു. പക്ഷേ ജീവിച്ച് എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നു, ദൈവത്തെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ മറന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വേണേ എന്ന് പ്രാർത്ഥിക്കാൻ മറന്നു. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, സിസ്റ്റർ ലോക്ക്ഡൗൺ ആണെങ്കിലും ഞങ്ങളെയൊന്നും അത് കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല. എന്തേ? അത്യാവശ്യമെല്ലാം ഞങ്ങൾ കരുതിയിരുന്നു, പിന്നെ അത്യാവശ്യം പണമൊക്കെ ഉണ്ട്, മക്കളൊക്കെ എല്ലാം നമുക്ക് അയച്ചു തരുന്നുണ്ട്, വലിയ കുറവുകളൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ഉറങ്ങാൻ പറ്റിയിട്ടില്ല സിസ്റ്റേ. അപ്പം ഞാൻ ചോദിച്ചു, ഉറങ്ങാൻ പറ്റാത്തത്? നാളുകളായിട്ട് ഞാൻ ഉറക്ക ഗുളിക കഴിച്ചാൽ ഉറങ്ങുക. പക്ഷേ എന്തൊക്കെയുണ്ടെങ്കിലും, എന്തൊക്കെ ആ ഭവനത്തിലുണ്ടെങ്കിലും ഉറക്ക ഗുളികയുടെ എണ്ണത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഉറക്ക ഗുളികളുടെ എണ്ണം അതേപടി നിലനിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ഉറക്കഗുളികളില്ലാതെയും ഉറങ്ങാൻ സാധിക്കും. നമുക്ക് അനേകരുടെ ജീവിതം നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, കർത്താവിനെ വിളിക്ക്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, കർത്താവാണ് എല്ലാം അറിഞ്ഞ് ചെയ്യുന്നത് എന്നുള്ള അഭിഷേകം ഉണ്ടെങ്കിൽ. സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ശാന്തനായി കിടന്നുറങ്ങുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഓരോ ഭവനത്തിനും പറയുവാൻ സാധിക്കണം, എൻ്റെ കുടുംബം കർത്താവിൻ്റെ കരങ്ങളിലാണ്, എൻ്റെ സമൂഹം കർത്താവിൻ്റെ കരങ്ങളിലാണ്, അതുകൊണ്ട് ഞാൻ സുരക്ഷിതനായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കോവിഡ് കാലത്ത് നമുക്കൊരു പ്രത്യേക പ്രാർത്ഥന പറഞ്ഞു തന്നല്ലോ. യേശുവേ, നിൻ്റെ തിരുരക്തം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ കുത്തിവെക്കുന്നു, അതുകൊണ്ട് രോഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രാർത്ഥന. കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാനെങ്കിൽ എനിക്ക് ഭയപ്പെടാനായിട്ടില്ല, എനിക്ക് നിരാശപ്പെടാനായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർക്കുക എന്നുള്ളതും നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും കർത്താവിനെ വിളിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊളത്തുവയിൽ ധ്യാനത്തിലായിരുന്ന സമയത്ത്
യുവജന ധ്യാനം വെച്ചു. യുവജന ധ്യാനത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ കിടക്കുക. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഞാനൊരു ലഗിയോനാണ്. ഞാൻ പറഞ്ഞു, ഷോ എന്നെ പേടിപ്പിക്കുന്ന കൂട്ട് നീ വർത്തമാനം പറയല്ലേ മകനെ. അതെ സിസ്റ്റർ ഞാൻ ലഗിയോനാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? സിസ്റ്റർ അറിയത്തില്ലേ ലഗിയോൻ എന്ന് പറഞ്ഞാൽ 100 പേര് ആവസിച്ചിരിക്കുന്നവനാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിന്നിൽ 100 പേരുണ്ടോ? അതെ സിസ്റ്ററെ, എനിക്ക് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത്. എന്നിൽ കുടികൊള്ളുന്ന ലഗിയോനെ ഒന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ചോദിച്ചു വന്നപ്പം ആ സഹോദരനോട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ സ്വഭാവം വളരെ മോശമാണ്. എൻ്റെ പേരൻസിനെ എനിക്ക് അവരെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കരമായ അരിശമാണ്. അവർ തരുന്ന ഉപദേശം എനിക്ക് ഒരു കാരണവശാലും സ്വീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്താണെങ്കിൽ അടിച്ച് പൊളിച്ച് തകർത്ത് ഞാൻ പോകും. ഞാൻ അവരുടെ അടുത്ത് വളരെ ജോളിയാണ്. എന്നാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തോ ഞാനൊരു തല്ലിപ്പൊളിയായിരുന്നു സിസ്റ്റേ. എനിക്കവിടെ വേറൊരു ശൈലിയാണ്. പള്ളിയിൽ പോയാലോ എനിക്കവിടെ പോയി അടങ്ങി ഒതുങ്ങി നിന്ന് കുർബാന കാണാനൊന്നും പറ്റിയല്ല. ഞാൻ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സിസ്റ്റർ എന്നെ തന്നെ ഞാനൊരു ലഗിയോനാണെന്ന് പരിചയപ്പെടുത്തിയത്. പല മുഖങ്ങൾ സ്വഭാവത്തിനനുസരിച്ച്, വ്യക്തിത്വത്തിനനുസരിച്ച്, അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് മുഖം മാറുന്നവനാണ് അത്ര ലഗിയോൻ എന്നാണ് യുവാവ് പറഞ്ഞത്. അപ്പോൾ അവനിൽ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടണം. ശരിയാണ്, ഒരു പക്ഷേ യുവാവ് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. നമ്മളിലൊക്കെ പല മുഖങ്ങളുള്ള മനുഷ്യരുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്കൊരു മുഖമായിരിക്കാം, എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് ആ യുവാവ് പറഞ്ഞതുപോലെ ഞാനായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരു മുഖം, പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് മറ്റൊരു മുഖം. അങ്ങനെ നമ്മൾ പല സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കാണിച്ചു കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ചിലപ്പോഴെങ്കിലും എൻ്റെ ഭവനത്തിലുള്ളവരെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞത്, കർത്താവിനെ അന്വേഷിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ കുറവുകളുണ്ടെങ്കിലും അവൻ കർത്താവിനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു, കർത്താവിനെ അവൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവിനെ നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കാം, കർത്താവിനെ നമുക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കാം. ബെർണാഡ് ഷാ പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ വളരെ പ്രസക്തമാണ്. നീ നിൻ്റെ മുഖം വൃത്തിയാക്കുക, അപ്പോൾ തെരുവ് താനെ വൃത്തിയായിക്കൊള്ളും. ബെർണാഡ് ഷാ പറയുകയാണ്, നീ നിൻ്റെ മുഖം വൃത്തിയാക്കുക, അപ്പോൾ തെരുവ് താനെ വൃത്തിയായിക്കൊള്ളും. എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളം നമ്മൾ ശരിയായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം, എൻ്റെ സഭ, എൻ്റെ രാഷ്ട്രം നേരെയായിക്കൊള്ളും എന്നാണ് പറഞ്ഞു നോക്കുക. അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള മുഖം ഏതാണോ ആ ഒരു മുഖം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23 മുതൽ ഉള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിക്കൊണ്ട് യേശു ഗലീലി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ വാക്കുകളായിരുന്നു കുടുംബങ്ങളിലേക്ക്, രോഗികളിലേക്ക് ശക്തിയായി കടന്നു ചെന്നിരുന്നത്. അവൻ്റെ വാക്കുകൾക്ക് ജീവനുണ്ടായിരുന്നു, അവൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സുഖം പ്രാപിച്ചത്. ഈ കർത്താവ് തരുന്ന ശക്തി എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ശക്തി നമ്മളിൽ നിറയപ്പെടുവാൻ കർത്താവിനോട് ചേർന്നിരിക്കുന്ന, കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അത് പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. കർത്താവിൻ്റെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാൽ തിരുവചനത്തിലേക്ക് കടന്നു വരാം. കാനായിലെ പച്ചവെള്ളം കർത്താവിൻ്റെ വാക്കുകളുടെ ശക്തിയാണ്. ആ പച്ചവെള്ളത്തിൻ്റെ ഘടന പോലും മാറിപ്പോയി, അത് വീഞ്ഞായി മാറി. അത്ര ശക്തിയായിരുന്നു യേശുവിൻ്റെ വാക്കുകൾക്ക്. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അഴുകിയ ലാസറിൻ്റെ ശരീരം, ലാസറേ പുറത്തു വാ. അഴുകിയ ശരീരം ജീവൻ പ്രാപിച്ച് പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവർ അവിടുത്തെ കണ്ടെത്തും എന്നാണ് വചനം പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവർ അവിടുത്തെ കണ്ടെത്തും. അതുകൊണ്ട് കർത്താവിനെ നമുക്ക് വിളിക്കാം.
കർത്താവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ശാന്തമായ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമാകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് സാധ്യമല്ല. ഇപ്പം നമുക്ക് ഒരുപാട് പേരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ ആ ഫോൺ എടുത്താൽ നമുക്കത് യഥാർത്ഥത്തിൽ കേൾക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളിങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞു നിൽക്കും. അതല്ലെങ്കിൽ നമ്മൾ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ബഹളത്തിൽ നിന്ന് അപ്പുറയോട്ടോ ഇപ്പുറയോട്ടോ ഒന്ന് മാറി നിൽക്കും. മാറി നിന്ന് കഴിയുമ്പോൾ നമുക്കത് ശരിക്കും ആളെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് കർത്താവിനെ കേൾക്കാനായിട്ട് സാധിക്കണമെങ്കിൽ എൻ്റെ അന്തരാത്മാവ് ശാന്തമായിരിക്കണം, എൻ്റെ മനസ്സ് ശാന്തമായിരിക്കണം. ഞാൻ ബഹളത്തിൽ നിന്ന്, തർക്കങ്ങളിൽ നിന്ന്, ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറേണ്ടതായിട്ടുണ്ട്. മാറാല പിടിച്ച എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ ഉയരണം. മാറാല പിടിച്ച രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തിയെ നമ്മൾ വിളിച്ചു വരുത്തണം. അപ്പോൾ അതെല്ലാം തൂത്തുപെറുക്കി മാറിക്കഴിയുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ശക്തിയെ അനുഭവിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് നിറയാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, 6 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു സഹോദരൻ, അവരിങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി സ്വരുക്കൂട്ട് വെച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ വലിയൊരു കടക്കണിയിൽ പെട്ടപ്പോൾ വായ്പ കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വായ്പ കൊടുത്തു. പക്ഷേ ഈ കാലയളവിൽ ആ പണം അവർക്ക് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. ഇരു കൂട്ടർക്കും പണം കൊടുക്കാനുമില്ല, ഇവർക്ക് മേടിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്റേ ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ എൻ്റെ ഈ നിയോഗത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെ വചനം പറഞ്ഞ് 28 ദിവസം പ്രാർത്ഥിച്ചു. ഞാനും പ്രാർത്ഥിച്ചു, ആ കുടുംബം പ്രാർത്ഥിച്ചു, കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചു, കൂടാതെ ഓരോ കരുണക്കൊന്തയും കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായി ആ വീട്ടിലേക്ക് ഒഴുകിയിറങ്ങി. 29-ാം പൊക്കം ഈ സഹോദരൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് 4 ലക്ഷം രൂപ ഇപ്പോൾ ബാങ്കിലേക്ക് ഇട്ട് തരാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 6 ലക്ഷം രൂപയാണ്, പക്ഷേ ഞാൻ 4 ലക്ഷം രൂപ നിനക്കിപ്പോൾ തരാം. എനിക്ക് മറ്റൊരു വഴിക്ക് ഇച്ചിരി പൈസ കിട്ടിയിട്ടുണ്ട്, നിൻ്റെ അത്യാവശ്യങ്ങൾ നടക്കട്ടെ, ഞാനിപ്പോൾ തന്നെ 4 ലക്ഷം രൂപ ഇട്ട് തരാം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അതിശക്തമായി വിളിച്ചു. ആ കുടുംബത്തിൻ്റെ ഉത്കണ്ഠകളും ആശങ്കകളും പ്രാരാബ്ദങ്ങളും ദൈവത്തെ അറിയിച്ചു. ഒരുപക്ഷെ ചെറിയൊരു ത്യാഗത്തോടു കൂടിയ പ്രാർത്ഥന കുടുംബത്തിന് ആവശ്യമായിരുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. എല്ലാ മനുഷ്യർക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുമല്ല. പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിലേക്ക് നമ്മളോടും, അതല്ലെങ്കിൽ സമ്പത്തിനെ ആശ്രയിക്കാൻ നമ്മളോടും, അതല്ലെങ്കിൽ നല്ല ഉപദേശങ്ങളെ ചെവി കൊടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മുടെ മനസ്സിനെ തിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്ന കുടുംബമാണ് അനുഗ്രഹീതമായ കുടുംബമെന്ന് നമ്മളിവിടെ കാണുകയാണ്. കർത്താവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു സക്കേവൂസ്. കർത്താവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. ബർത്തിമീസ് വിശ്വാസം കൊണ്ട് കർത്താവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞു. അവൻ്റെ അന്ധത മാറി, വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവിനെ വിളിച്ചു. സക്കേവൂസ് ആഗ്രഹിച്ചു ഒന്ന് കാണാൻ. കണ്ടല്ലോ, കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ തന്നെ അഡ്രസ്സ് മാറിയില്ലേ, അനുഗ്രഹത്തിൻ്റെ വീടായി ആ ഭവനം മാറ്റം ചെയ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വലിയ ശക്തി നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. ഈ കുടുംബത്തിലേക്ക് വരുന്ന ശക്തി ദൈവിക മനുഷ്യനാക്കി നിന്നെ രൂപപ്പെടുത്തുകയാണ്. ദൈവിക മനുഷ്യനാക്കി എന്നെ രൂപപ്പെടുത്തുകയാണ്. ദൈവിക മനുഷ്യരുടെ പ്രവൃത്തികൾ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി, പുറപ്പാട് പുസ്തകങ്ങളൊക്കെ ധ്യാനിച്ച് വായിച്ച് നമ്മളെത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മോശയിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തി. അവരെ സംബന്ധിച്ച് അവരുടെ വിഷയം ചെങ്കടലായിരുന്നു, മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച മോശയിലൂടെ ദൈവമായ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ചെങ്കടലിനെ 2 കൊടുത്തു. അവരുടെ യാത്ര വളരെ എളുപ്പമായി തീർന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനിലൂടെ ദൈവം ഇന്നും അന്നും ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എത്രയോ കുടുംബങ്ങളെ അങ്ങനെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കുന്നത്. കുടുംബത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ആത്മീയ മനുഷ്യനായ ഈ കുടുംബനാഥൻ പറയുന്നു, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അല്ലെങ്കിൽ ഈ ഭാര്യ പറയുന്നു, കുഴപ്പമില്ല പപ്പയെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. മക്കളെ, സങ്കടപ്പെടേണ്ട, ദൈവം നമ്മൾക്കിതിന് ഉത്തരം തരും. അവരുടെ ആ വിശ്വാസത്തിന് മുൻപിൽ ദൈവം ഇറങ്ങി വരുന്നു. ആ കുടുംബത്തിന് ദൈവം നല്ല രീതിയിലുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതായും നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. വീണ്ടും ദൈവിക മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുകയാണ്. ദാവീദ്
ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു. ദാവീദിന് മുൻപിൽ ഗോലിയാത്ത് പരാജയപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. അവൻ്റെ ആ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ദാവീദിന് മുൻപിൽ മലനായ ഗോലിയാത്ത് പരാജയപ്പെട്ടു. മലനായ ഈ ഗോലിയാത്തിനെ പരാജയപ്പെടുത്താൻ ദാവീദിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ദൈവത്തിലുള്ള ആശ്രയമാകുന്ന ആയുധം, ദൈവത്തിലുള്ള വിശ്വാസമാകുന്ന ആയുധം. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വലിയ ആയുധങ്ങൾ നമ്മുടെ കരങ്ങളിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ തകർന്നു പോകുകയില്ല. തകർക്കാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല. കാരണം അവൻ അത്രയും അടിയുറച്ച വിശ്വാസമുള്ള ദൈവത്തിൻ്റെ ഉരുക്ക് പോലെയുള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്തു വലിയ പേമാരി ആഞ്ഞടിച്ചാലും അവരുടെ വിശ്വാസം ഒരിക്കലും തകർന്നു പോവുകയില്ല. അവർ പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ കുടുംബം ഇന്ന് ആടിയൊലയുകയാണോ, വലിയ പ്രതിസന്ധിയിലാണോ, എൻ്റെ കുടുംബാംഗങ്ങൾ രോഗത്തിൻ്റെ പിടിയിലാണോ, നമുക്ക് കർത്താവിനെ വിളിക്കാം. കർത്താവിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് നമ്മളെ തള്ളിക്കളയല്ല, നമ്മുടെ കൂടെ കർത്താവ് വരും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ത്രാസിൽ സ്നേഹമായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. സ്നേഹമുള്ള കുടുംബം എന്നും എക്കാലവും അനുഗ്രഹം പ്രാപിച്ചിരിക്കുകയാണ്. തോമാസ് ലീഹായെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ശാഠ്യം പിടിച്ചു തോമ. ആ ശാഠ്യത്തിൻ്റെ മുൻപിൽ കർത്താവ് കീഴ്വഴങ്ങി. സ്നേഹമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില സ്നേഹത്തിൻ്റെയൊക്കെ മുൻപിൽ താന്നു കൊടുക്കുവാൻ നമ്മൾ പേടിക്കേണ്ട. നമ്മൾ അവൻ്റെ അകത്ത് വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. സ്നേഹമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു, ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുകുഞ്ഞിനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് വീടിനകത്തൂടെ. ആന കളിക്കുക, പണ്ടത്തെ ആനകളിയുണ്ടല്ലോ, ആന കളിക്കുക. വലിയ മനുഷ്യനാണ്, പക്ഷെ അതെല്ലാം മറന്നിട്ട് കുഞ്ഞിൻ്റെ കൂടെ ആന കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം കൊടുക്കുന്ന ആ വലിയൊരു സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ സ്നേഹത്തെ പ്രതി ഒന്ന് താന്നെന്നോർത്ത് കുഴപ്പമില്ല. ഭർത്താവിൻ്റെ മുൻപിൽ താഴ്മയായിരിക്കുന്ന ഭാര്യ, ഭർത്താവിൻ്റെ മുൻപിൽ താഴുന്ന ഭർത്താവ്, അല്ലെങ്കിൽ മക്കളുടെ മുൻപിൽ അല്പം ഒന്ന് താഴുന്ന മാതാപിതാക്കൾ, ഈ സ്നേഹത്തിൽ താഴ്മയ്ക്ക് ഇടമുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് വിസ്മരിക്കാതിരിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയൊരു അനുഗ്രഹം നമ്മളെ സഹായിക്കും. അതാണല്ലോ അബ്രാഹാം ദൈവത്തോട് ചോദിക്കുന്നത്. സോദോം നഗരത്തെ നശിപ്പിക്കുന്ന പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവിടെ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ നഗരത്തെ നശിപ്പിക്കുമോ? എത്ര സ്നേഹത്തോടു കൂടെയുള്ള എത്ര സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ഒരു സംഭാഷണമാണ് നമ്മളവിടെ ആ തിരുവചന ഭാഗത്തിൽ കാണുന്നത്. സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിക്കുന്നു, സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപെടുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭവനത്തിലേക്ക് കർത്താവിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ നമുക്കത് നികത്താം. ഈശോയെ നമുക്ക് വിളിക്കാം. കേന്ദ്രസ്ഥാനത്തേക്ക് കർത്താവിനെ നമുക്ക് പ്രതിഷ്ഠിക്കാം. അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലുണ്ട്. അതുകൊണ്ട് നീ ദുഃഖിക്കരുത്, നീ തളരരുത്, നീ ഏകാന്തതയിൽ പോകരുത്, മനസ്സിന് ധൈര്യമില്ല എന്ന് പറയരുത്. യേശു ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ വീട്ടിലുണ്ട്. യേശു ക്രിസ്തുവുള്ള വീട് അനുഗ്രഹം പ്രാപിച്ച വീടാണ്. എൻ്റെ വീട്ടിൽ യേശു ഉണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ സാധിക്കട്ടെ. എൻ്റെ യേശു എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട്, എൻ്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. ഈ വലിയൊരു ബോധ്യത്തോടു കൂടി നമുക്ക് അടുത്ത നിമിഷങ്ങളിൽ അൾത്താരയിൽ സന്നിഹിതനാകുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. എൻ്റെ വീട്ടിലേക്ക് ഈശോയെ ഓടിവായോ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആരാധനയ്ക്കായി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം.
ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കനിവേ, യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കനിവേ, മണ്ണിലും വിണ്ണിലും നിന്നെ വാഴ്ത്തുന്നു. മണ്ണിലും വിണ്ണിലും നിന്നെ വാഴ്ത്തുന്നു. മാലഹമാരുടെ ആയിരങ്ങളോട് ചേർന്ന് ആരാധിക്കാം. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവ്വ മാലഹമാരോടും ചേർന്ന് യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. അത് ഈശോയെ, ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടക്കപ്പെടുന്ന അങ്ങയുടെ മുൻപിൽ ആരാധനാ മനോഭാവത്തോടെ ഞങ്ങൾ ആയിരിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ അങ്ങ് പരിശുദ്ധനാണെന്ന്, അങ്ങ് സർവപരിശുദ്ധനാണെന്ന് മാലാഖ വൃന്ദത്തോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പാടുന്നു. മാലാഖമാരോടൊപ്പം മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. എല്ലാ അധരങ്ങളും ഒരുമിച്ച് പാടുന്നു മാലാഖമാരോടൊപ്പം. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. അങ്ങയുടെ പരിശുദ്ധയെ സ്തുതിക്കുന്ന ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും മുഖ്യദൂതന്മാരോടും എല്ലാ പ്രവാചക ഗണങ്ങളോടും മനുഷ്യകുലം മുഴുവനോടും ചേർന്ന് ഈശോയെ, സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങയെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, എൻ്റെ യേശുവേ നന്ദി, യേശുവേ നന്ദി. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ കർത്താവിൻ്റെ വഴികളിൽ ചരിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും, അവന് നന്മ ലഭിക്കും. കർത്താവിൻ്റെ വഴികളിലൂടെ ചരിക്കുവാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ മണിക്കൂറിൽ വളരെ പ്രത്യേകമാം വിധത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും അങ്ങയുടെ സ്നേഹസന്നിധിയിലേക്ക് ഞാനൊന്ന് ആത്മന കൂട്ടിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലേക്ക് ജീവനും ജീവിതവും സ്നേഹവും തന്ന്
എന്നെ വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അങ്ങയുടെ സ്നേഹസന്നിധിയിൽ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, വളരാനും വളർത്താനും നന്മ ചെയ്യുവാനും എനിക്ക് നീ കൂട്ടായി തന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെയും തിരുനടയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. എൻ്റെ കുടുംബത്തെ അവിടുന്ന് ഈ മണിക്കൂറിൽ ആശീർവദിക്കണമേ എന്ന് ഏറ്റവും വിനീതമായി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏക മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഏക ആത്മാവോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നസ്രസിലെ തിരുക്കുടുംബത്തിൽ ജോസഫും മേരിയും യേശുവും അനുഭവിച്ച സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ആത്മാഭിഷേകത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നമ്മളുടെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എളിമയോടെ ആത്മന യേശു സന്നിധിയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം, നമുക്ക് ഈശോയെ സ്നേഹിക്കാം. യേശുവിൻ്റെ വഴികളിലൂടെ, യേശുവിൻ്റെ പഠനത്തോട് നമ്മുടെ കുഞ്ഞ് ആത്മാക്കളെയും ചിന്തകളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് വന്നാൽ മതി, എൻ്റെ ഭവനം അനുഗ്രഹം പ്രാപിക്കും. സ്ലീഹന്മാര് ഈശോയെ വിളിച്ചുണർത്തിയില്ലേ? അവർ നശിക്കാൻ പോകുന്നുവെന്ന് കണ്ടപ്പോൾ അവർ വിളിച്ചില്ലേ? യേശുവേ, 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 ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. നമുക്ക് ഈശോയെ വിളിക്കാം. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഈശോയെ നീ വരണമേ. എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് യേശുവേ നീ വരണമേ. എൻ്റെ ആശ ആഗ്രഹങ്ങളിലേക്ക് യേശുവേ നീ സന്നിഹിതനാകണമേ. ഈശോയെ വിളിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോടൊപ്പം പാടി കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനകൾ സമർപ്പിക്കാം. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. ഈശോന്റെ വീട്ടിലേക്ക് വരണേ. എൻ്റെ വീട്ടിൽ ആനന്ദമുണ്ടാകുവാൻ, സന്തോഷം ലഭിക്കുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. എൻ്റെ വീട്ടില് എൻ്റെ മാതാപിതാക്കള്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടപ്പിറപ്പുകൾ എല്ലാവരെയും ഈശോയുടെ കാര്യങ്ങൾ കൊടുക്കാം. അവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ, അവരോടൊത്ത് ജീവിക്കുവാൻ, അവരിലൂടെ വരുന്ന ദൈവത്തിൻ്റെ സ്വരത്തെ തിരിച്ചറിയുവാൻ, എൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ, അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബാന്തരീക്ഷത്തെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് താഴ്മയോടെ യാചിക്കാം. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. നമ്മുടെ ഭവനത്തില് അശാന്തി ഉളവാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്ന് നമുക്ക് കൊടുത്താലോ? എല്ലാം സ്വീകരിക്കുവാൻ, നമ്മുടെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹത്തോടെ നിൽക്കുന്ന കർത്താവ് ഈശോയെ മറന്ന് ജീവിച്ചപ്പോൾ, ഈശോയെ ഇല്ലാതെ നമ്മൾ ജീവിച്ചപ്പോൾ ഈശോ നമ്മളെ കൈവിട്ട് കളഞ്ഞില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വസിക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയായിരുന്നു. ഒരുപാട് നിരാശകൾ നമ്മളെ വലിഞ്ഞു മുറുകിയപ്പോൾ കർത്താവിനെ ഞാൻ മറന്നിരുന്നുവോ? കർത്താവെ, എൻ്റെ വീട്ടിൽ ആനന്ദത്തിൻ്റെ കുറവുണ്ട്, അത് നികത്തുവാൻ പരിശുദ്ധ അമ്മയോടുകൂടെ എൻ്റെ വീട്ടിലേക്ക്, കാനായിലെ വീട്ടിലേക്ക് ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ അനുഭവമായി
യേശു സാന്നിധ്യം നിറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലേക്ക് യേശുവേ വന്നു നിറയണമേ എന്നുള്ള താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിൻ ആനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിൻ ആനന്ദമുണ്ടാകുവാൻ. കർത്താവ് എലീശാമ്മയുടെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ അഭിഷേകമായത് തിരുവചനത്തിൽ നമ്മൾ ധ്യാനിച്ചില്ലേ? എലീശാമ്മയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം, യേശുവിനെയും വഹിച്ചുകൊണ്ടുള്ള സാന്നിധ്യം ആ വീടിൻ്റെ എല്ലാ ഭാരങ്ങളും മാറുവാൻ മതിയായതായിരുന്നില്ലേ? ഭാഗ്യപ്പെട്ട കുടുംബമായില്ലേ? അതുകൊണ്ട് എലീശാമ്മ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നല്ലോ, അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. എൻ്റെ ഈശോയെ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ പ്രിയപുത്രനുമായി എൻ്റെ ഭവനത്തിലേക്ക് വരണമേ. എൻ്റെ ഭവനത്തിൽ ആനന്ദം വിളയാടുവാൻ, ആഹ്ലാദം ഉണ്ടാകുവാൻ മാതാവേ, അമ്മ ഈശോയെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് വരണമേ. രണ്ട് കരങ്ങളും അല്പമൊന്ന് യാചനാ രൂപത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് ശാന്തമായി നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നത് നമ്മുടെ ക്ഷണമനുസരിച്ച്, നമ്മുടെ ആഗ്രഹമനുസരിച്ച്, നമ്മുടെ തീവ്രമായ പ്രതീക്ഷകൾക്കനുസരിച്ച് കർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് ഈ ഗാനം പ്രാർത്ഥനാപൂർവ്വം ഒരുമിച്ച് ആലപിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ അനുഗ്രഹമുണ്ടാകുവാൻ. കർത്താവേ അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ അനുഗ്രഹമുണ്ടാകുവാൻ. എല്ലാവരെയും ഓർത്ത്, എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്ത്, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ വീട്ടിലേക്ക് വരണമേ. എല്ലാ ഐശ്വര്യവും അവിടുത്തെ ദാനമാണ്, അവിടുത്തെ സമ്മാനമാണ്. ഈശോയെ, ഇതാ എൻ്റെ മാതാപിതാക്കള്, ഇതാ എൻ്റെ സഹോദരങ്ങള്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഒക്കെ തിരുക്കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നു. പുതിയൊരു അഭിഷേകം, പുതിയൊരു അനുഗ്രഹം കർത്താവേ എൻ്റെ വീട്ടിലേക്ക് നീ വരുമ്പോൾ ഉണ്ടാകുമെന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ എല്ലാ മുറികളിലും, നമ്മുടെ സ്ഥലത്തും, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലും യേശുവിന്റെ സാന്നിധ്യം നിറയുന്നത് കണ്ട് നമ്മുടെ വീടിന്റെ നാഥനായി, നമ്മുടെ വീടിന്റെ പരിപാലകനായി നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെ ഈശോ എൻ്റെ വീട്ടിൽ നിറയുന്നു, എൻ്റെ ഈശോ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നു, എൻ്റെ ഈശോ എൻ്റെ വീട്ടിൽ ഇടപെടുന്നു എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന്. കർത്താവിൻ്റെ തിരുരക്തം വിലയായി കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി വിലയിടപ്പെട്ട അവിടുത്തെ തിരുരക്തത്തിൻ്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ കുടുംബത്തെ കഴുകണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ തിരുച്ചോര തുള്ളികൾ എൻ്റെ ശിരസിലേക്ക് വീഴട്ടെ. എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെയുള്ള എല്ലാ അവയവങ്ങളിലേക്കും കർത്താവിൻ്റെ തിരുരക്തം ഒഴുകി ഇറങ്ങി എന്നെ സൗഖ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ ഈശോയെ,
അങ്ങയുടെ തിരുരക്തക്കടലിൽ എന്നെ കഴുകി എന്നെ വൃത്തിയാക്കണമേ. എൻ്റെ പാപത്തിൻ്റെ ചിന്തകളിൽ നിന്ന്, എൻ്റെ അശുദ്ധമായ ഓർമ്മകളിൽ നിന്ന്, എൻ്റെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന്, എൻ്റെ പാപവാസനകളിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകുവാൻ വേണ്ടി സമർപ്പിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ താഴ്മയോടെ നിന്ന് അവൻ്റെ തിരുരക്തത്താൽ കഴുകി നിർമ്മലരാകപ്പെടുന്നതിന് വേണ്ടി നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. യേശുവേ, 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 ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. നമ്മുടെ ഭവനത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഒരു ഭവനമാണോ എൻ്റെ ഭവനം? അതെയോ പാപത്തിൻ്റെ, അശുദ്ധിയുടെ, തിന്മയുടെ ദുർഗന്ധം വഹിക്കുന്ന എൻ്റെ വീട്ടിൽ ഈശോ ഉണ്ടോ? നമുക്ക് തിരുരക്തം കൊണ്ട് നമ്മുടെ ഭവനത്തിലുള്ള, ഭവനവാസികളിലുള്ള എല്ലാ തിന്മകളെയും കഴുകി വൃത്തിയാക്കി ശുചീകരിച്ച് പുതുജന്മവും പുതുജീവിതവും ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. തിരുരക്തം ഒഴുക്കി എൻ്റെ ഭവനത്തെ മുഴുവനും വിശുദ്ധീകരിക്കണമേ എന്ന്. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. ഈശോയെ, എൻ്റെ വാക്കുകളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. കർത്താവെ, പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ, എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരെ, ജീവിക്കുന്നവരെയൊക്കെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ എൻ്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നു. എനിക്കെൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുവാനായി സാധിക്കുന്നില്ല. അവരുടെ മനസ്സിന് സങ്കടമുളവാകുന്നത് പലപ്പോഴും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് മാറണം. അങ്ങയുടെ ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ, അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ അധരങ്ങളിൽ നിറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, എൻ്റെ വായിൽ നിന്നേ വരെ പുറപ്പെട്ടിട്ടുള്ള എല്ലാ വാക്കുകളെയും അവിടുന്ന് കഴുകണമേ. എൻ്റെ സംസാരത്തിലൂടെ ആരെങ്കിലും സങ്കടപ്പെടുവാനും കരയുവാനും വിരോധം വെച്ച് നടക്കുവാനും ഒക്കെ ഇടവന്നിട്ടുണ്ടെങ്കിൽ അടിയൻ തിരുസന്നിധിയിൽ മാപ്പിരക്കുന്നു. നമ്മുടെ എല്ലാ വാക്കുകളെയും യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുവാനായി താഴ്മയോടെ സമർപ്പിച്ച് വീണ്ടും തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിനായി നമുക്ക് കൊതിയോടെ പാടി പ്രാർത്ഥിക്കാം. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ
എൻ്റെ ഈശോയെ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറണമെന്ന്. ഈശോയെ, പലപ്പോഴും എനിക്കറിയില്ല എൻ്റെ പെരുമാറ്റം എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരിൽ അസ്വസ്ഥത തീർക്കുന്നത് എന്ന്. ഒന്ന് എളിമപ്പെടാനും ശാന്തനാകുവാനും ശാന്തയാകുവാനും പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ദിവ്യകാരുണ്യ സ്നേഹമേ, എൻ്റെ ഈ വക കുറവുകൾ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകിയാൽ ശുദ്ധമാകുമെന്ന് എനിക്കുറപ്പുണ്ട്. കർത്താവേ, എൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സൗഖ്യത്തിനായും അതുപോലെ ആത്മവളർച്ചയ്ക്കായും ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രവൃത്തികളെയും അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം കൊണ്ട് കഴുകണമേ. യേശുവേ, എൻ്റെ പ്രവൃത്തികളാണല്ലോ അങ്ങയുടെ തിരുശരീരത്തിൽ നിന്നും രക്തമൊഴുകുവാൻ ഇടവരുത്തിയത്. എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ പ്രവൃത്തികളുടെ എല്ലാ പോരായ്മകളെയും അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ എന്നും നല്ല പെരുമാറ്റങ്ങൾ അങ്ങയുടെ മുൻപിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ കൂട്ടായ്മയിലും എനിക്ക് മറ്റുള്ളവർക്കായി സമ്മാനിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഏറ്റവും എളിമയോടെ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്നത് കണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ദൈവം കണ്ടിരുന്നു എന്നുള്ള ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകട്ടെ. യേശു കണ്ടില്ല എന്ന് വിചാരിച്ച് ചെയ്തതും മറ്റുള്ളവർ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചതുമായ മുഴുവൻ പ്രവൃത്തികളെയും കർത്താവിൻ്റെ തിരുരക്തക്കടലിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രവൃത്തികളെയും അവിടുത്തെ രക്തത്താൽ കഴുകി വെടിപ്പാക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ കുടുംബത്തോട് ചേർന്ന് നിന്ന് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ചേർന്ന് നിന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. എല്ലാവർക്കും ഹൃദയം കൊണ്ട് പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്ന് അറിയണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ അങ്ങയുടെ പാതയിലൂടെ നയിക്കണമേ. അങ്ങയുടെ സ്നേഹഹൃദയത്തിന് വിരുദ്ധമായി എൻ്റെ കുടുംബം പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്റെ കുടുംബം അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ജോബിനോട് അങ്ങ് പറഞ്ഞല്ലോ, ജോബേ, നിന്റെ കുടുംബത്തിന് ചുറ്റും ഞാൻ വേലി കെട്ടി നിന്നെ സംരക്ഷിക്കും. കർത്താവേ, ജോബിന്റെ കുടുംബത്തിന് ചുറ്റും അവിടുന്ന് വേലി തീർത്തതുപോലെ എൻ്റെ ഭവനത്തിന് ചുറ്റും എൻ്റെ ഭവനവാസികൾക്ക് ചുറ്റും സംരക്ഷണത്തിന് വലിയ കോട്ട അവിടുന്ന് തീർക്കണമേ. ദുഷ്ടനിലേക്ക് തിന്മയിലേക്ക് ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ പോകുവാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹഹൃദയത്തിന് വേദന തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ തിരുസന്നിധിയിൽ നിന്ന് മാപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറകളുടെ രാജ്ഞിയായ ഞങ്ങളുടെ അമ്മയായ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വസിച്ചിട്ടുള്ള എല്ലാ അന്ധകാരങ്ങളും അശുദ്ധികളും ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ മുഴുവനും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൈയാളിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 എൻ്റെ വീട്ടിലേക്ക് വരണമേ, എൻ്റെ വീട്ടിലേക്ക് വരണമേ. രക്ഷകനായ കർത്താവ്, വിമോചനം തരുന്ന കർത്താവ് നിന്റെ വീടിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിലുള്ളവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹൃദയം നുറുങ്ങിയ എൻ്റെ പ്രാർത്ഥന, നിന്റെ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിലെത്തിയിട്ടുണ്ട്. നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ വീഴ്ചകളെയും താഴ്ചകളെയും എല്ലാ ഉയർച്ചകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സക്കേവൂസിന്റെ ഭവനത്തെ ആശീർവദിച്ച എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തെ ആശീർവദിക്കും. ഏതെല്ലാം മേഖലകളിൽ സൗഖ്യവും വിടുതലും ആവശ്യമാണോ അതെല്ലാം കർത്താവ് നമ്മുടെ ഭവനത്തിനായി തരും. നമ്മുടെ വസ്തുവകകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആടുമാടുകൾ, കൃഷിയിടങ്ങൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ദൈവം നമുക്ക് തന്ന വീട്, നല്ല വീടോ മോശം വീടോ വാടക വീടോ എന്തുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ വസിക്കുന്ന ഭവനത്തെ ഈശോ ആശീർവദിക്കുന്നത് നമ്മുടെ മനസ്സിൽ കാണാം. ദൈവം നമുക്ക് തന്ന ജോലി ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. എൻ്റെ ഓഫീസിലേക്ക്, ജോലി സ്ഥലത്തേക്ക്, ഞാനുമായി ഇടപെടുന്ന എല്ലാവരിലേക്കും വരണമേ, എൻ്റെ സമൂഹത്തിലേക്ക് വരണമേ. കർത്താവിനെ നമുക്ക് വിളിച്ച് നമ്മുടെ ഭവനത്തിലേക്ക്, കൂട്ടുകാരിലേക്ക്, ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് ഈശോ നമുക്ക് തന്നിട്ടുള്ളൊരു കൊച്ചു വാഹനം, കാറോ ജീപ്പോ ലോറിയോ ബസ്സോ സ്കൂട്ടറോ എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ കൊച്ചു വാഹനത്തെയും കർത്താവെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. സംഭവിക്കുവാൻ സാധ്യതയുള്ള അപകടത്തിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ. കർത്താവിനോട് പ്രാർത്ഥിക്കാം. സംഭവിക്കുവാൻ സാധ്യതയുള്ള വലിയ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് എന്നെയും എൻ്റെ ഭവനത്തെയും കാത്തുകൊള്ളണമേ. കർത്താവെ, എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും ലോകം മുഴുവനെയും കാത്തുകൊള്ളണമേ. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ മുഴുവൻ പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ കൊടുത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ പരമപരിശുദ്ധമായ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനം
സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി, ഈശോയേ, സ്തുതി, ഈശോയേ, സ്തുതി, ഈശോയേ, സ്തുതി. യേശുവേ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. ആരാധന, യേശുവേ, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന. യേശുവേ, നന്ദി കർത്താവേ, സ്തുതി, ഈശോയേ, സ്തുതി, 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 സ്തുതി.